വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 16 മുതൽ 19 വരെ തിരുവചനങ്ങൾ. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മാലാഖമാരിൽ നിന്നും സുവിശേഷം ശ്രവിച്ച ആട്ടിടയന്മാർ വളരെ വേഗം ഈ കേട്ട കാര്യങ്ങളെ കണ്ട് ബോധ്യപ്പെട്ട് ആരാധന അർപ്പിക്കേണ്ടതിനായി അവരവിടെ നിന്നും പോകുന്നു. ദൈവത്തെ അന്വേഷിച്ച് പോകുന്ന ആളുകൾ, ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ മാത്രമല്ല കാണുന്നത്, തിരുക്കുടുംബത്തെയാണ് അവിടെ കണ്ടെത്തുന്നത്. വളരെ ദരിദ്രമായ പശ്ചാത്തലത്തിൽ ഇടയന്മാരുടെ ജീവിതത്തിൽ അവരുടേതുപോലെയോ അതിനേക്കാൾ അല്പം കൂടിയോ താണ ഒരു നിലയിൽ പുൽത്തൊട്ടിയിൽ ശിശുവിനെയും ശിശുവിനോടൊപ്പം ഈ ശിശുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധ മറിയത്തെയും ഈ ശിശുവിന് കാവൽ നിൽക്കുന്ന യോസേഫിനെയും കാണുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർ, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർ തീർച്ചയായും ഒരാളെ, ദൈവത്തെ മാത്രമല്ല ദൈവഭവനത്തെയാണ് കാണുന്നത്. ഇത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. പരിശുദ്ധ അമ്മയെയും യോസേ പിതാവിനെയും ശിശുവിനെയും ഒരുമിച്ച് കാണുന്നു. ശിശുവാകട്ടെ ഏറ്റവും എളിയ അവസ്ഥയിൽ പുൽക്കൂട്ടിൽ കാണപ്പെടുന്നു. തുടർന്ന് ക്രിസ്തുവിനെ കണ്ട, അല്ലെങ്കിൽ തിരുക്കുടുംബത്തെ കണ്ട, സ്വർഗത്തെ കണ്ട ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വെറുതെ ഇരിക്കുവാൻ സാധിക്കില്ല. അവർ ഉടനെ മറ്റൊരു ദൗത്യം സ്വീകരിക്കുന്നു. കണ്ട അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നു. അവർ സുവിശേഷത്തിൻ്റെ പ്രഘോഷകരാകുന്നു. തങ്ങൾക്ക് ലഭിച്ച പുതിയ വിശേഷം ഇതാണ്: രക്ഷകന്റെ ജനനം. മനുഷ്യാവതാരം നേരിട്ട് കണ്ടനുഭവിച്ച വ്യക്തികൾ ഈ മനുഷ്യാവതാരത്തിൻ്റെ, അതാണ് സുവിശേഷം, രക്ഷകൻ പിറന്നിരിക്കുന്നു, ഈ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് പോകുന്നു. ഇത് കേട്ടവരെല്ലാം അതിശയിക്കുന്നു. കാരണം ഇതുപോലൊന്ന് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. മാലാഖമാരുടെ സന്ദർശനം, മാലാഖമാരുടെ സ്തുതിഗീതം, രക്ഷകനെ പുൽത്തൊട്ടിയിൽ കാണുക, ഇത്തരം കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ അറിയിക്കുന്നു. ശരിക്കും പരിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗം ആമുഖ ശുശ്രൂഷ, തുടർന്ന് ആമുഖ ശുശ്രൂഷയാണ് ഏകദേശം ഇവിടെ വെളിപ്പെട്ടു വരുന്നത്. സിറോ മലബാർ ക്രമത്തിലുള്ള കുർബാനയുടെ ആദ്യ ഭാഗം വചന ശുശ്രൂഷ വരെ ഉള്ളതായ ആമുഖ ശുശ്രൂഷ ഇവിടെ സംഭവിക്കുകയാണ്. തുടർന്ന് കേട്ടവരെല്ലാം അതിശയിക്കുന്നു. ഒരു പരിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം മുതൽ സംഭവിച്ച കാര്യങ്ങൾ, മറിയത്തെ മാലാഖ സന്ദർശിച്ചതും, മറിയം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശിശുവിനെ ഉദരത്തിൽ വഹിക്കുന്നതും, എലിസബത്തും സക്കറിയായും അവളെപ്പറ്റി പറഞ്ഞതായ ദൈവസ്തുതികൾ അല്ലെങ്കിൽ വസ്തുതകൾ, ഇപ്പോൾ ദൂതന്മാർ വന്ന് പറയുന്നത്, അവർ ശിശുവിനെ ആരാധിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ട് മറിയം ഇതൊന്നും പറയാതെ ഗാഢമായി ചിന്തിച്ചുകൊണ്ട് ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അത് തിരുസഭയുടെ പ്രതീകമാണ് മറിയം. അവൾ അനേകം സ്വർഗീയ രഹസ്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവളാണ്. എന്നാൽ ഈ സഭ, അവളല്ല, അവളുടെ മക്കളാണ് ഈ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുസഭയിൽ അനേകം സ്വർഗീയ രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നു. അതിലേക്ക് വരുന്നവർ അത് കാണുന്നു, അത് കാണുന്നവർ അത് പ്രഘോഷിക്കുന്നു. നമ്മുടെയും ജീവിതത്തിൽ ഒരു പരിശുദ്ധ കുർബാനയുടെ ആമുഖ ശുശ്രൂഷ കഴിയുമ്പോൾ നമുക്കും ഇതേ ഒരു അനുഭവം ഉണ്ടാകേണ്ടതാണ്. കർത്താവിൻ്റെ ജനനം, അവിടുത്തെ അമ്മ, കാവൽ നിൽക്കുന്ന യോസേ പിതാവ്, അവരുടെ ജീവിതത്തിൻ്റെ എളിമ, ഇതെല്ലാം അറിഞ്ഞ് പ്രഘോഷിക്കുവാൻ നമുക്കും സാധിക്കട്ടെ. Have a blessed day to all of you.